ഹായ് ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്കൂളൊന്നുമില്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ എഴുതിട്ടോ. അപ്പോൾ നമുക്ക് പത്തിരിയാണ് കേട്ടോ, കറിയിൽ മാത്രമുള്ളൂ ഹെവി. വലിയ കറി എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അധികം വേണ്ട ഒരു ഉള്ളിക്കൂട്ടാനാണ് കേട്ടോ. പിന്നെ ചിക്കനും ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുക്കുന്നത് നമ്മളെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ചിട്ട് കേട്ടോ. പത്തിരി നമ്മൾ കുറേ ആയിട്ട് ചുട്ടിട്ട് ഉള്ളി തക്കാളി മുട്ടക്കറിയാണോ അതൊന്നും എന്താ വേണ്ടതെന്ന് അറിയില്ല കേട്ടോ. കറി കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ പത്തിരി വാട്ടി കുറച്ചതാ ഇപ്പോൾ പരത്തൽ തുടങ്ങി കേട്ടോ. അതാണ് ഞാനിവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വിശേഷങ്ങളും പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അന്ന് സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളിന്ന് പത്തിരിപ്പണിക്ക് തന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ഫുൾ ഒരു മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള വിശേഷങ്ങളാണ് പങ്കുവെക്കാനായിട്ട് കരുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഞാൻ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പരത്തുള്ളത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം അങ്ങനെ പത്തിരിയും ഉള്ളിയും കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്, കറിയല്ല. അപ്പോൾ അതൊക്കെ ആയി. താഴത്തേക്കുള്ളത് അങ്ങോട്ട് കൊടുത്തു. ഓൽക്കൊന്ന് പുട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പത്തിരി ഉള്ളി കൂട്ടാനും കൊടുത്തു. പിന്നെ ചായ. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ മിന്നും ചായയും കടിയൊക്കെ എടുത്ത് താഴത്തേക്ക് പോയി. ഓള് പിന്നെ ഇവിടുന്ന് ഒക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ നിന്നാണ് കേട്ടോ കഴിക്കൽ. അവിടെ TV കണ്ടിരുന്ന് അങ്ങനെ കഴിക്കും. ഓളെ പതിവ് അതാണ്. പിന്നെ ഞാനും കാക്കുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചായ അടിച്ചാലേക്ക് ഇവിടെ കൂടി തുടങ്ങിയിട്ടോ. ഞാൻ കാത്തുനിട്ടൊന്നുമില്ല ഇതട്ടോ. നമ്മളെ ചോറ് ഇവിടെ അടുപ്പത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ചായ അടിച്ച പാത്രം കഴുകാനുള്ളതാണ് കേട്ടോ. അപ്പം അതിങ്ങനെ മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് പത്തിരി ബാക്കിയിട്ടുണ്ട്, അതുമായി. പിന്നെ ഇതാ കയ്പക്ക ഉണ്ടോന്ന്. കയ്പക്ക എത്രയും കയ്പക്ക നമുക്ക് 2-3 ആൾക്ക് എന്തിനാണ് നിങ്ങൾ കരുതല്ലേ. അപ്പം അത് നമുക്ക് ഫ്രൈ ആക്കാനാണ് കേട്ടോ. പിന്നെ കയ്പക്ക ഉപ്പേരി വെച്ചാൽ കഴിക്കൂല, പക്ഷെ ഫ്രൈ ആക്കിയാൽ അവൾക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഫ്രൈ ആക്കാനാണ് ഇത്ര കൂടുതൽ എടുത്തു വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് ശരിയാക്കി വെക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ചോറ് ഇവിടെ വെന്ത് ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം അങ്ങനെ കട്ട് ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ വേറെ പണിക്ക് തിരിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല. ഇനി ഞാനത് കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ, വേറെ പണിക്കൊക്കെ നിൽക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വരുമ്പോൾ എപ്പോഴാണ് വരികയെന്നറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ. അപ്പം അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ആദ്യം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കയ്പതാ ഇവിടെ ഫ്രൈ ആക്കിയെടുത്തിട്ടോ. നല്ല മുരുമുരിയോ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ട മിനുവിന് കേട്ടോ. ബാക്കിയുള്ളത് കൂടെ ഞാനിതുപോലെ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 മാത്രമല്ല അപ്പോൾ ഒന്നിവിടെ വെച്ചിട്ടുള്ളത്, കാക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതന്നെ ധാരാളമാണ് കേട്ടോ. ഇതും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അങ്ങനെ ഇതാ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. മിന്നു കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓളും ഇതാ ഓളൊക്കെ ഇടുങ്ങാൻ മണി ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ഓളൊക്കെ ഇടുങ്ങാൻ മണി അമ്പുടേ. എന്താ ഇന്നു താത്തമ്പര ഇങ്ങനെ പൂച്ചിക്കണേ? എന്താ പറയേ? അവിടെ ഒന്നുമില്ല. പിന്നെ എവിടെയാണ്? എന്താന്നേ ഇപ്പൊ ഒരു സാധനം പുറത്ത് കിടക്കുവാൻ. എന്താ എന്താ ഇതെന്താ ചെറുപ്പ് എവിടെ? ചെറുപ്പ് എവിടെടാ? എന്നെ വികൃതിയായിട്ട് ചെറുപ്പിടിക്കേ, മര്യാദക്ക് ചെറുപ്പിടിക്കേ.
എവിടെ ബാക്കിലാ വെച്ചേക്കണേ? കിട്ടി കുട്ടിക്ക്. ഓ കിട്ടണില്ല. എന്താ ഇന്നു താത്ത കാട്ടിക്കണേ? പന്നെ ഇനി എന്താ കാട്ടിക്കണേ? എന്താ ഇന്നു കാട്ടിക്കണേ? കട്ടെ പൊന്നുമണിയെ അതോ കിട്ടി. അതോ ആ ആ ഷാനേണ്. എന്താ അന്നെ പപ്പ വിളിച്ചോണ്ട് കഴിഞ്ഞോ? എന്താണ്? നിങ്ങളെ പൂതി ഉണ്ടാവട്ടോ ഈ ചീർപ്പിന്റെ കോല എന്താ അങ്ങനെയെന്ന്. ഇത് നമ്മളെ മൈലാഞ്ചി തലയിലിട്ടിട്ട് വാരുന്ന ചീർപ്പാണ് കേട്ടോ. അതിനാണ് ഇപ്പൊ അവിടെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത്. അതാണ് ഈ കളറ് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വൈകുന്നേരമായിട്ടോ ഈവനിങ്. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ എത്തിട്ടോ. ചായ ഓൾറെഡി ഉണ്ടാക്കിയതുണ്ട്. പിന്നെ കടി നമുക്ക് എന്താ പത്തിരി ഉണ്ട് കേട്ടോ. ഉണ്ടാക്കി വെച്ച പത്തിരി ഉണ്ട്. അത് എങ്ങനെയും കഴിച്ചിട്ട് ഒന്ന് കഴിച്ചല്ലേ അത് എത്തിയിട്ടോ. നമുക്ക് ചെറിയൊരു ചായ കുടിക്കാൻ എത്തിട്ടോ. പിന്നെ ചോറുണ്ട്, കൈപ്പക്ക ഫ്രൈ ആക്കിയതുണ്ട്. കറി എന്തെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ രാത്രിക്കത്തേക്ക്. രാത്രി കാക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനെന്തായാലും ആദ്യം ചായ ചൂടാക്കട്ടെ കേട്ടോ. വേറെ ഇഷ്ടം കോവിലാണ് കേട്ടോ. പക്ഷെ അവലെടുക്കാൻ മനസ്സിലായിരുന്നില്ല. അത് സംബന്ധിച്ചാൽ അങ്ങനെ ഞാൻ അവലെടുത്ത് കഴിച്ചാൽ പിന്നെ ഇതിവിടെ ബാക്കിയായിട്ട് കിടക്കും. അപ്പം അങ്ങനെ നമുക്ക് ബാക്കിയാക്കാൻ മാത്രം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ല. പക്ഷെ അത് മിന്നു കഴിച്ച് പത്തിരി കുറച്ച് 1-2 അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ബാക്കി വന്നത് ഗൈസ്. അത് ഞാൻ ചായ ചൂടാക്കിയിട്ട് ചായ കുടിച്ചിട്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് പോകണം, എമീൻ്റെ അടുത്തേക്ക് കേട്ടോ. പിന്നെ നമ്മളെ തത്തക്കുട്ടീനെ അന്ന് കൊടുന്നൊന്ന് കാണിച്ചു തന്നല്ലാതെ പിന്നെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പം ആളെയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൽ ഒന്നിനെ ഗൈസ് ഒരുത്തനാണോ ഒരുത്തിയാണോ എന്നറിയില്ല. അതിൻ്റെ തലക്ക് കൊത്തി ഒന്നിനെ ഓൻ പണി കഴിച്ചു. അപ്പോൾ ഒന്നുണ്ട്. അപ്പം അതിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തട്ടിട്ട് ചായ കുടിച്ചിട്ട്. അപ്പം അങ്ങനെതാ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങളെ വ്ളോഗ് അല്ലേ. പാവപ്പെട്ട ഞങ്ങൾ ഇന്നീൻ്റെ മണീൻ്റെയും വ്ളോഗ് ഇത്രേ ഉള്ളൂ. പറഞ്ഞ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ടാറ്റ കൊടുത്താ ടാറ്റ. ഞങ്ങൾ ബെല്ലുമണി അടിച്ച് പൊട്ടിച്ചാൽ അടിച്ച് പൊട്ടിച്ചു അല്ലേ. ഓക്കെ ബൈ. ബൈ പറയേ. ഓക്കെ ബൈ.